ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് ബാക്ക് വീലിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ബാക്ക് വീല് കറക്കുന്ന സമയത്ത് ഒരു ഒരച്ചിൽ സൗണ്ട്, അത് ബെയറിംഗ് ഒക്കെ പോയ പോലത്തെ ഒരു സൗണ്ടാണ് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാണ് കസ്റ്റമർ. വണ്ടി ഇപ്പോൾ കിലോമീറ്റർ ഓടിയേക്കണത് വെച്ച് കഴിഞ്ഞാൽ 57,642 കിലോമീറ്റർ, അതായത് 1,00,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയിട്ടുണ്ട് വണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ കയറ്റി വണ്ടി ഓടിച്ചു നോക്കി. വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് കംപ്ലയിൻറ്റ് ഫീൽ ചെയ്യണില്ല. ബാക്ക് വണ്ടി നിർത്തിയിട്ട് വണ്ടി തള്ളണ സമയത്തും അതേപോലെ തന്നെ വീല് വെറുതെ മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് കറക്കണ സമയത്തൊക്കെയാണ് കൂടുതലായിട്ട് സൗണ്ട് വരാം. അത് നമുക്ക് ഈ ക്ലച്ചിലേക്ക് വരുമ്പോൾ ഈ ക്ലച്ചിനകത്ത് തന്നെ ഇതിൻ്റെ ഈ പുള്ളിയുടെ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ക്ലച്ച് അസംബ്ലി ആയിട്ടാണ് നിലവിലും ഈ യൂണിറ്റ് ഇതേപോലെ ഒരു വീലായിട്ടാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നുണ്ട്. ബെയറിങ് മാത്രമായിട്ട് അഴിച്ച് മാറ്റൽ പോസിബിൾ അല്ല, ചെയ്യാറുണ്ട്. പക്ഷേ മീൻസ് അത് വീണ്ടും കംപ്ലയിൻസിലേക്ക് തന്നെ വരാറ് സാധാരണ. ഇതിപ്പോൾ നമ്മൾ 1,00,000 കിലോമീറ്ററിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇത് മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യണം കേട്ടോ. കൂട്ടത്തിക്കട അതിൻ്റെ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. ക്ലച്ച് ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് കിടക്കുന്നുണ്ട്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയറിനകത്ത് തന്നെ ഓയിലൊക്കെ നോക്കി. ഗിയർ ഓയിൽ അത്യാവശ്യം കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഗിയർ ഓയിലും കൂടി കൂട്ടത്തിക്കട മാറ്റുന്നുണ്ട്. ലെവൽ കുറവൊന്നുമില്ല, ലെവലൊക്കെ ഉണ്ട്, അതും കൂടി കൂട്ടത്തിക്കട മാറ്റുന്നുണ്ട്. പിന്നെ ബാക്ക് ബ്രേക്ക് നമ്മൾ ഈ ഒരു സമയം കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു വർക്കിൻ്റെ കൂട്ടത്തിക്കട തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. പിന്നീട് നമുക്ക് സർവീസ് ചെയ്യുന്ന സമയത്ത് മാറ്റിയാലും മതി. കാരണം അഡ്ജസ്റ്റിങ് ഏകദേശം ഇത്രയും വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുണ്ട്. തൽക്കാലം നമുക്ക് സെറ്റ് ചെയ്തിടാം, പിന്നത്തേന് മാറ്റാം നമുക്ക് കേട്ടോ. ഹബിന് വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഒന്നുമില്ല, ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ക്വാളിറ്റി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.